പ്രതിപക്ഷ ഉപനേതൃ പദവി CPIക്ക് വിട്ടു നൽകില്ലെന്ന് ആവർത്തിച്ച് പിണറായി വിജയൻ. താനാണ് സ്പീക്കർക്ക് കത്ത് നൽകേണ്ടത്. കത്തിൽ CPIM നേതാവിന്റെ പേരായിരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. LDFന്റെ ഉപനേതാവ് എന്ന് പറയുന്നത് LDF നേതാവ് എന്ന നിലക്ക് സ്പീക്കർ പറഞ്ഞതുപോലെ ഒരു കത്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ആ കത്ത് ഞാനാണ് എഴുതി കൊടുക്കേണ്ടത്. അത് കൊടുത്താൽ ഉപനേതാവ് വരും. ആ കത്ത് ഞാൻ കൊടുത്തോളാം. നിങ്ങൾ അതിലൊരു സംശയമില്ല. CPM നേതാവിന്റെ പേരായിരിക്കും. ഒരു മാറ്റമില്ല. വിശദാംശങ്ങളുമായി ലെവിൻ കെ വിജയനുണ്ട്. വാർത്താ സമ്മേളനത്തിന് ലെവിനാണ് പങ്കെടുത്തിരുന്നത്. ലെവിൻ, ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചർച്ചകൾ തീരുമാനമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. LDF യോഗത്തിൽ ഈ ആവശ്യം CPI ഉന്നയിച്ചിരുന്നില്ല എന്നുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരുന്നു. ഈ ഘട്ടത്തിൽ അത് നിസ്സംശയം പറഞ്ഞു വയ്ക്കുകയാണ്. CPMന്റെ നേതാവ് തന്നെയായിരിക്കും ഉപനേതൃ പദവിയിലെത്തുക എന്ന് പിണറായി വിജയൻ. തീർച്ചയായും ഗൗതം, അങ്ങനെ തന്നെയാണ്. CPI പിടിവാശി കാണിക്കുകയും അവകാശവാദം ഉന്നയിക്കുകയും ചെയ്ത ഈ സംഭവത്തിൽ പിണറായി വിജയന്റെ ഒറ്റ മറുപടിയിലൂടെ കാര്യങ്ങൾ വ്യക്തമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഏറെ ദിവസങ്ങളിലായി തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷത്തായി LDF മാറിയതോടുകൂടി ഉപനേതൃത്വ സ്ഥാനം വേണമെന്നുള്ളൊരു ആവശ്യമായിട്ടാണ് CPI മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന സെക്രട്ടറി അടക്കം നിരവധി നേതാക്കൾ ആ ആവശ്യവുമായി മുന്നോട്ട് വരികയും LDF യോഗങ്ങൾ അതേ ചൊല്ലി വൈകുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ചേർന്ന LDF യോഗത്തിൽ CPI ഈ ആവശ്യം ഉന്നയിക്കുകയും കൂടി ചെയ്യാതിരുന്നതോടുകൂടി കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാവുകയായിരുന്നു. ആ സംശയങ്ങൾക്ക്, അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾക്ക് ഇന്ന് മറുപടി നൽകി വ്യക്തത വരുത്തിയിരിക്കുന്നത്. അത് താൻ ഒരു കത്ത് സ്പീക്കർക്ക് നൽകിയാൽ അപ്പോൾ പരിഹരിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കവും വിവാദവും. ആ കത്ത് നൽകിയതോടുകൂടി ആ പ്രശ്നം പരിഹരിക്കപ്പെടും. CPIയുമായി തങ്ങൾക്കൊരു പ്രശ്നമില്ല. ആ കത്തിൽ ഉൾപ്പെടുത്തുക CPM നേതാവായിട്ടുള്ള ഒരാളുടെ പേരായിരിക്കും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് CPMന്റെ നേതാവായിട്ടുള്ള ഒരാൾ തന്നെയാകും പ്രതിപക്ഷ ഉപനേതാവായി LDFന്റെ ഭാഗമായി നിയമസഭയിൽ പ്രവർത്തിക്കുക എന്ന് പിണറായി വിജയൻ പറയുന്നു. ഏതായാലും CPIയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ വാർത്താ സമ്മേളനത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. മുൻ സ്പീക്കറായിട്ടുള്ള ഷംസീറിനെതിരായി വെള്ളാപ്പള്ളി നടേശൻ്റെതായിട്ടുള്ള അധിക്ഷേപ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഷംസീർ കുറുക്ക് വഴിയിലൂടെയാണ് CPM നേതാവായതെന്നും നിയമസഭാ സ്പീക്കറായതെന്നും അടക്കമുള്ള സൂചനകൾ നൽകിക്കൊണ്ടുള്ള ആ പ്രതികരണത്തെ പൂർണ്ണമായും തള്ളുകയാണ് പ്രതിപക്ഷ നേതാവ്. CPMൽ ആരും കുറുക്കു വഴികളിലൂടെ ഒരു സ്ഥാനത്തും എത്തിയിട്ടില്ല. അത്തരം പ്രചാരണങ്ങൾ അസംബന്ധമാണ്. അതിനെ തള്ളിക്കളയണമെന്ന് തന്നെയാണ് പിണറായി വിജയൻ ആ വിഷയത്തിൽ ഉള്ള പ്രതികരണവും നിലപാടും വ്യക്തമാക്കിയത്. ശരി, ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ നിന്നും ലെവിനാണ് പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും വിശദാംശങ്ങൾ കേൾക്കുകയും ചെയ്തത്.